മയൂരി എന്ന വിസ്മയം നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു നടിയാണ് മയൂരി. മുൻനിര നായകന്മാരുടെ കൂടെ മമ്മൂട്ടി, അതുപോലെ തന്നെ നമ്മുടെ കുഞ്ചാക്കോ ബോബൻ, അങ്ങനെയുള്ള ഒരുപാട് മുൻനിര നായകന്മാരുടെ കൂടെ അഭിനയിച്ച ഒരു നടിയാണ്. ശരിക്കും പറഞ്ഞാൽ വലിയ കണ്ണുകൾ, ഭയങ്കര ഫേസാണ്. അതാണ് ഒരു പ്രേതമായിട്ട് അഭിനയിക്കാനായിട്ട് വിനയൻ തിരഞ്ഞെടുത്തത് ആകാശഗംഗയിൽ. എന്ത് ഐശ്വര്യമുള്ള പെൺകുട്ടിയാണെന്നറിയാം. 22 വയസ്സിൽ ആത്മഹത്യ ചെയ്തപ്പോൾ ആ ആത്മഹത്യയുടെ കാരണം അന്വേഷിച്ച് കുറേ ആൾക്കാർ നടന്നു. എല്ലാം പോയി. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാണ്. ഒരു കാരണവും കിട്ടിയില്ല. ഒരു കാരണം കിട്ടാണ്ട് എങ്ങനെയാണ് മരിച്ചത്? ഒരു കാരണമില്ലാണ്ട് ഒരാൾ ആത്മഹത്യ ചെയ്യില്ലല്ലോ. ഒരു തമാശയ്ക്ക് ആരും ആത്മഹത്യ ചെയ്യില്ലല്ലോ. സന്തോഷം വന്ന ആരെങ്കിലും ആത്മഹത്യ ചെയ്യില്ലല്ലോ. സമ്പത്ത് ഇഷ്ടം പോലെ കുന്നുകൂടി ആരും ആത്മഹത്യ ചെയ്യില്ലല്ലോ. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം വേണം. ആ കാരണമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. മയൂരി ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണം ഇന്നും അവ്യക്തമാണ്. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ പുറത്ത് വന്നിട്ടുണ്ട്. അതിൽ സത്യം എത്രയുണ്ടെന്ന് നമുക്കറിയില്ല. എന്നിരുന്നാലും നമുക്ക് സംസാരിക്കാം. മയൂരി ഒരാളായിട്ട് പ്രേമത്തിലാടുന്നു, സ്നേഹത്തിലാടുന്നു. പക്ഷേ സിനിമാ ലോകത്ത് മയൂരിനെ അറിയുന്നവരൊക്കെ അത് നിഷേധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രേമം മയൂരിക്ക് ഇല്ല, ഒരാളായിട്ടൊരു ബന്ധം ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് സിനിമയിൽ വരുന്നതിന് മുമ്പായിരുന്നു എന്നും പറയുന്നുണ്ട്. സിനിമയിൽ വരുന്നതിന് മുമ്പ് ഒരാളായിട്ട് പ്രേമത്തിലാടുന്നു, സ്നേഹത്തിലാടുന്നു, അവർ ലൈംഗികപരമായിട്ട് ബന്ധപ്പെട്ടു. അങ്ങനെ ആ ബന്ധപ്പെട്ട ആ വീഡിയോ ഇവൾ സിനിമാ നടി ആയപ്പോൾ, ഫേമസ് ആയപ്പോൾ പുറത്തു വിട്ടുവന്നു. ഭീഷണി. ആ ഭീഷണിക്ക് വഴങ്ങി ഇനി ഇന്നത്തെ കാലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ലീക്കായി കഴിഞ്ഞൊന്ന് പുല്ല് വില, അത് പറയും ഏയാണ് അല്ലെങ്കിൽ മോർപ്പ് ചെയ്താന്ന് പറയും. അന്നത്തെ കാലത്ത് അത് എളുപ്പമല്ല, അതൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ലീക്കായി, അതിൻ്റെ മാനസിക വിഷമം, ആത്മഹത്യ ചെയ്തു എന്നാണ് പറയണത്. അത് എത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്കറിയില്ല. പിന്നെ പറയുന്ന ഒരു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുടലിൽ ക്യാൻസർ ആണെന്നൊന്നും പറയുന്നുണ്ട്. ഇനി ഡോക്ടർമാർ തന്നെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു, ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. സിനിമയിൽ അഭിനയം നിങ്ങൾക്ക് നിർത്തേണ്ടി വരുമെന്നും പറഞ്ഞു. ഇതിൻ്റെ മാനസിക വിഷമം, സിനിമേനെ അത്രയധികം സ്നേഹിക്കുന്ന പെൺകുട്ടി, ഇതിൻ്റെ മാനസിക വിഷമം, പ്രശ്നങ്ങൾ കാരണമാണ് ആത്മഹത്യ ചെയ്തതെന്ന് പറയുന്നുണ്ട്. ഇതിലിപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിൽ ഏതാണെന്ന് നമുക്കറിയില്ല. നമുക്ക് എന്തുണ്ടായി? നമുക്ക് നല്ലൊരു നടീനെ നഷ്ടപ്പെട്ടു. എത്രയോ പടങ്ങളിൽ എത്രയോ നല്ല നല്ല കഥാപാത്രങ്ങൾ അഭിനയിക്കേണ്ട നല്ലൊരു നടിയെ മലയാള സിനിമയ്ക്ക് നഷ്ടപ്പെട്ടു. മലയാള സിനിമയ്ക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് തമിഴ് സിനിമയ്ക്കും കന്നഡ സിനിമയ്ക്കും തെലുങ്ക് സിനിമയ്ക്കും എല്ലാമാണ് നഷ്ടപ്പെട്ടത്. എന്തായാലും ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നമുക്ക് വീഡിയോ ഇവിടെ നിർത്തേണ്ടതുണ്ട്.